നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ബാലലീലകളാണ് ശ്രീശുകൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഗോകുലത്തിൽ ഗോപാലന്മാരെല്ലാവരും യോഗം ചേർന്നു. ഉപനന്ദൻ എന്നു പേരുള്ള പ്രായം ചെന്ന ഒരു ഗോപാലൻ അഭിപ്രായം പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം, വൃന്ദാവനത്തിൽ ചെന്ന് താമസിക്കാം എന്ന്. അങ്ങനെ ബൃഹദ്വനം എന്ന സ്ഥലത്താണ് ഇതേവരെ താമസിച്ചിരുന്നത്. അത് വിട്ട് എല്ലാവരും വൃന്ദാവനത്തിലേക്ക് യാത്രയായി. സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി അങ്ങനെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ രാമകൃഷ്ണന്മാർക്ക് ബഹുസന്തോഷം. ആ കാളിന്തിപ്പുഴ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞിങ്ങനെ ഒഴുകണു. വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ എന്ത് ഭംഗിയാണോ, നല്ല കളകളാരവം. വെള്ളം ഒഴുകി വരുമ്പോൾ ധാരാളം ചെന്താമരപ്പൂക്കൾ ഒഴുകി വരും. ഈ ചെന്താമരപ്പൂക്കളുടെ ഉള്ളിൽ അരയന്നങ്ങളുണ്ട്. ആ അരയന്നങ്ങളുടെ കളകൂജനം കേൾക്കാം. ഏതിനധികം ഭംഗി നിറഞ്ഞുകൂടാ. വെള്ളം ഒഴുകി വരുമ്പോഴത്തെ ആ ഒരു കളകളാരവത്തിനോ അതോ അരയന്നങ്ങളുടെ കളകൂജനത്തിനോ രണ്ടും ഒരുപോലെ. മറുവശത്ത് ഗോവർദ്ധന പർവ്വതം, അതിൻ്റെ ആ കൊടുമുടിയിൽ ഇങ്ങനെ മുട്ടിയുരുമിക്കൊണ്ട് മഴക്കാറുകൾ ഇങ്ങനെ സഞ്ചരിക്കും. മഴക്കാറ് കണ്ടാൽ മയിലുകൾക്ക് ലഹരിയാണ്. പീലി വിടർത്തി ആടാൻ തുടങ്ങും. മയിലുകൾ ആടാൻ തുടങ്ങിയാൽ കുയിലുകൾ പാടാൻ തുടങ്ങും. അങ്ങനെ കാണാൻ വേണ്ടതും കേൾക്കാൻ വേണ്ടതും രസിക്കാൻ വേണ്ടതും വേണ്ടുവോളം വൃന്ദാവനത്തിലുണ്ട്. ആദ്യം എല്ലാവരും കൂടാരം കെട്ടി താമസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കി താമസം തുടങ്ങി. അങ്ങനെ കഷ്ടിച്ച് ഇപ്പോൾ കൃഷ്ണന് 4 വയസ്സ് ആയിട്ടുണ്ട്. ഇനി പശുക്കുട്ടികളെ കാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്നൊക്കെ കൃഷ്ണൻ കുറേശ്ശെ അമ്മോട് പറയാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, കുട്ടികൾക്ക് വലുതാവാനാണ് മോഹം. ഞാൻ വലുതായി എന്നാണ് പറയുക. പക്ഷെ ഇങ്ങനെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ പശുക്കുട്ടികളുടെ പിന്നാലെ നടന്നാൽ മതിയോ? അങ്ങനെ ഒരാലോചനയുണ്ട് അച്ഛനും അമ്മയ്ക്കും. അച്ഛനും അമ്മയ്ക്കും സഹിക്കുമോ കുട്ടികൾ ഇങ്ങനെ പഠിക്കാതെ കണ്ട് ഇങ്ങനെ തെക്കും മടക്കും നടന്നാൽ? അപ്പം അടുത്ത് അന്വേഷിച്ചപ്പോൾ ഒരു ബാലവാടിയുണ്ട്. അവിടെ ഒരു അധ്യാപികയുണ്ട്. കൊച്ചുകുട്ടികൾ കുറേ അവിടെ ഹരിശ്രീ പഠിക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണനെ അവിടെ കൊണ്ടാക്കാം എന്ന് നിശ്ചയിച്ചു. കൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പഠിക്കണ്ടെന്ന്. നമ്മുടെ കുലവൃത്തി എന്താ? പശുക്കളെ നോക്കലല്ലേ. ഞാൻ ഇനി പശുക്കുട്ടികളെ കൊണ്ടുകൊള്ളാം, മേച്ചോളാം എന്നായി. എന്നാലും സമ്മതിക്കില്ല. അച്ഛനും അമ്മയും കൂടി ഒരു ദിവസം കൃഷ്ണനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആ ബാലവാടിയിൽ കൊണ്ടുപോയി. എന്നിട്ട് നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് അധ്യാപികയുടെ മുമ്പിൽ കൃഷ്ണനെ കൊണ്ട് നമസ്കരിപ്പിച്ചു. എന്നിട്ട് ഇനി വേണ്ടതൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. പിറ്റേ ദിവസം മുതൽക്ക് യശോദ കൃഷ്ണനെ ഒക്കെ എടുക്കും. എന്നിട്ട് ബാലവാടിയിൽ കൊണ്ടെത്തിക്കും. കുറച്ചു നേരം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ യശോദ അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പം പറയും, അയ്യോ അമ്മ പോകരുതെന്ന് പറയും. നിലവിളിക്കും. 1-2 ദിവസമൊക്കെ പോരാതെ കണ്ടിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി? യശോദ അവിടുന്ന് ഇങ്ങോട്ട് പോരും. നിലവിളിച്ചോട്ടെ, പിന്നെ കുട്ടികൾ ഒരുമിച്ച് അങ്ങോട്ട് കളിച്ചോളും. പിന്നെ അങ്ങോട്ട് പതിവായി. കാലത്ത് ഇവിടുന്ന് ബാലവാടിയിലേക്ക് അങ്ങോട്ട് പുറപ്പെടും. ഒരു ഉച്ച കഴിയുമ്പോഴേക്കും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ അധ്യാപികയെ കണ്ടു യശോദ. അപ്പോൾ ചോദിച്ചു, കൃഷ്ണൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ടീച്ചർ ഇങ്ങോട്ട് ചോദിക്കുക, എന്താ കൃഷ്ണനെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞയക്കാത്തേ എന്ന്. കൃഷ്ണൻ ഇവിടുന്ന് പുറപ്പെടലേ ഉള്ളൂ, അവിടെ എത്തലില്ല. ഈ കൂട്ടുകാരൊരുമിച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കലേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം എന്നിട്ട് ചോദിച്ചു യശോദ, എന്താ പഠിക്കാൻ പോകാത്തതെന്ന്. അപ്പം കൃഷ്ണന്റെ മറുപടി എന്താണെന്നോ, അവിടെ ചെന്നാൽ ഒരു രസമില്ല. അവിടെ എന്താ 1-1, 2, 2-1, 3 ഇതിങ്ങനെ പറയാനും കേൾക്കാനും എന്ത് രസം. ഈ പശുക്കുട്ടികളുടെ പിന്നാലെ നടക്കാനാണ് രസം. എനിക്കിനി അത് മതി എന്നായി. എന്നാലും അച്ഛനും അമ്മയ്ക്കും ഒരാശങ്ക, അങ്ങനെ പാടുണ്ടോ? കുട്ടികളെ പഠിപ്പിക്കാതെയായിട്ട് പറ്റുമോ? എന്താ പഠിക്കാൻ ഒരു തടസ്സം? ഒരു പക്ഷേ വല്ല പൂർവ്വജന്മത്തിലെ വല്ല ദോഷങ്ങളും വല്ലതും ആണോ? ഈ പൂർവ്വജന്മത്തിലെ ദോഷം വല്ലതും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒറ്റ ഉപായമേ ഉള്ളൂ, ജ്യോത്സ്യൻ്റെ അടുക്ക ചെല്ലും മാത്രമേ നിർത്തിയുള്ളൂ. അന്വേഷിച്ചപ്പോൾ കേട്ടു ആ പുഴയുടെ തീരത്ത് ഒരു ജ്യോത്സ്യനുണ്ട്. പറഞ്ഞതാ നോക്കി ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം പോവാൻ പരിപാടി ഇട്ടു അച്ഛനും അമ്മയും കൂടി. അന്ന് തന്നെ കൃഷ്ണൻ പരിപാടി ഇട്ടു. വൈകുന്നേരം, പിറ്റേ ദിവസം ആക്കിയില്ല. അന്ന് വൈകുന്നേരം തന്നെ അമ്മയുടെ പണപ്പെട്ടിയിൽ നിന്ന് കുറച്ച് ചില്ലറ എടുത്തു. എന്നിട്ട് ജ്യോത്സ്യൻ്റെ അടുക്ക ചെന്നു സ്വകാര്യമായിട്ട്. എന്നിട്ട് പറഞ്ഞു, അതെ നാളെ വിളിച്ചാകുമ്പോഴേ അച്ഛനും അമ്മയും കൂടി ഇവിടെ വരും. എൻ്റെ പഠിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എന്നെ പഠിപ്പിക്കണമെന്ന് അച്ഛനോടും അമ്മോടും പറയരുത് കേട്ടോ. എനിക്ക് കുലവൃത്തിയാണ് ഇഷ്ടം.
പശുക്കുട്ടികളുടെ പിന്നാലെ നടക്കുക, അതാണ് ഇഷ്ടം. പഠിപ്പിക്കണ്ടെന്ന് പറയണം കേട്ടോ, ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അമ്മയുടെ പണപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ ചില്ലറയൊക്കെ ജ്യോത്സ്യന്റെ കയ്യിലും കൊടുത്തു. അയാൾ അതെടുത്ത് മടിയിലും വെച്ചു. പിറ്റേ ദിവസം നേരം വെളിച്ചായപ്പോഴേക്കും പുറപ്പെട്ടു. യശോദയും നന്ദഗോപരും കൂടി നേരെ ജ്യോത്സ്യന്റെ വീട്ടിലേക്ക്. ജ്യോത്സ്യൻ പതുക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണു തിരുമ്മി പുറത്തേക്ക് വന്നപ്പോണ്ട് അച്ഛനും അമ്മയും മുമ്പില്. നിമിത്തം നോക്കി ജ്യോത്സ്യൻ ലക്ഷണം അങ്ങ് പറഞ്ഞു. ഇന്നിപ്പോ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഒരാളെ ആദ്യമായിട്ട് കണ്ടാൽ തീർച്ചയാക്കാം എന്ത് വിദ്യാനിമിത്തം ബുധ എന്നാണ് പ്രമാണം. അപ്പൊ വിദ്യനിമിത്തമായിട്ടാണ് ഒരാൾ വന്നിട്ടുണ്ടാവുക. അപ്പോ ചോദിച്ചു, വിദ്യാഭ്യാസ സംബന്ധമായിട്ട് എന്തോ കാര്യം പറയാനാണ് വന്നത് അല്ലേ? നോക്കണേ, രാശി വെക്കണതിന് മുമ്പ് ജ്യോത്സ്യൻ ഫലം പറഞ്ഞു. പിന്നെ ഇങ്ങനെ ജ്യോത്സ്യൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ആലോചിച്ച് തെക്കോട്ട് നോക്കി വടക്കോട്ട് നോക്കി ലക്ഷണമൊക്കെ നോക്കിയിട്ട് ഒടുക്കം രാശി വെച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മകന്റെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് വന്നേക്കുന്നതെന്നാണ് ഇപ്പോൾ രാശി കൊണ്ട് കാണാനുള്ളത്. അതെ, ഇപ്പോ ആ വിദ്യാഭ്യാസത്തിനെ പറ്റി ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട, ഒരു 10-12 കൊല്ലം കഴിയട്ടെ എന്നിട്ട് ആലോചിച്ചാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തോ പൂർവകർമ്മ ദോഷം എന്ന് മാത്രം വിചാരിച്ചു. അച്ഛനും അമ്മയും അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്താ ജ്യോത്സ്യൻ പറഞ്ഞേന്ന്? യശോദ പറഞ്ഞു, നിന്നെ പഠിപ്പിക്കണ്ട എന്നാ ജ്യോത്സ്യൻ പറഞ്ഞെന്ന് പറഞ്ഞു. ആവോ ജ്യോത്സ്യരെ ദീർഘായുസ്സായിട്ടിരിക്കണേ എന്ന് കൃഷ്ണൻ നല്ലോണം പ്രാർത്ഥിച്ചു. പിന്നെ പഠിപ്പിന്റെ കഥയില്ല. പിറ്റേ ദിവസം മുതൽക്ക് കൃഷ്ണന്റെ നേതൃത്വത്തിൽ നിന്നാണ് സങ്കല്പം. അനവധി കൂട്ടുകാരുണ്ട്, രാമനുണ്ട്, പശുക്കുട്ടികളുമൊക്കെ ആയിട്ട് ആർത്ത് വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക്. കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാടൊന്നുമല്ല, സാധുക്കളായ ജീവികളൊക്കെ അവിടെ ഉണ്ട്. കുരങ്ങുകളുണ്ട്, മാനുകളുണ്ട്, മുയലുകളുണ്ട്. കാട്ടിൽ ചെന്നാൽ ഈ പശുക്കുട്ടികൾ ഇങ്ങനെ പുല്ലും തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇവർക്കെന്താ ജോലി? ഇവർക്ക് ആ കാട്ടിലുള്ള ഓരോരോ ജീവജാലങ്ങളെ അനുകരിച്ചുകൊണ്ട് ഓരോ തരത്തിലുള്ള കളികൾ. കുരങ്ങുകൾ മരത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ കൃഷ്ണനും അതുപോലെ മരത്തിന്റെ മുകളിലേക്ക് കയറും. മരത്തിന്റെ ഈ കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് എടുത്ത് ചാടും, ഈ മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് എടുത്ത് ചാടും. അപ്പൊ കൂട്ടുകാർക്ക് വലിയ അത്ഭുതം, ഇതൊക്കെ കൃഷ്ണനെ ആരാ പഠിപ്പിച്ച ഈ മരം കയറാനൊക്കെ? അത് സാരമൊന്നുമില്ല, അതിനൊരു അഭ്യാസം വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കൃഷ്ണൻ കൈപിടിച്ച് ഓരോരുത്തരെ മരത്തിന്റെ മുകളിലേക്ക് കയറാൻ അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ 4 കാലും നടക്കുക, പശുക്കുട്ടികൾ നടക്കുന്നത് പോലെ പശുക്കുട്ടികളുടെ ശബ്ദം പുറപ്പെടുവിക്കുക. തവളകൾ ഇങ്ങനെ ചാടുന്നത് കാണുമ്പോൾ തവളച്ചാട്ടം, അത് കുട്ടികളെല്ലാവരും കൂടി ചെയ്യും. തവളയുടെ ശബ്ദം പുറപ്പെടുവിക്കും. വിച്ഛായാഭി, ആകാശത്തില് ഈ പക്ഷികൾ ഇങ്ങനെ പറക്കുമ്പോൾ നിഴല് താഴെ കാണാം, ആ നിഴലിന്മേൽ കൂടി ഇങ്ങനെ ഓടുക. എന്നിട്ട് പിന്നെ ഓടിക്കളിക്കലുണ്ട്, ഓട്ടമത്സരമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷ്ണൻ ഒരു ദിക്കിൽ നിൽക്കും, മറ്റുള്ളവരെ ഒരു വര വരയ്ക്കും, ഒരു കാല് ആ വരയമ്മൽ കുത്തുക. കൃഷ്ണൻ അകലെ നിന്നുകൊണ്ട് പറയും 1, 2, 3 എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒപ്പം ഓടുക. ആരാണ് ആദ്യം കൃഷ്ണനെ തൊട്ടത്, അങ്ങനെയാണ് ഓടിക്കളിക്കലും മത്സരം. എന്നിട്ട് അഹംപൂർവം, ഞാൻ മുമ്പ്, ഞാൻ തൊട്ടു ആദ്യം എന്ന് അവർ തമ്മിൽ മത്സരിക്കും. ഇങ്ങനെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഏതൊക്കെ തരത്തിൽ കളിക്കാം അങ്ങനെയൊക്കെ കൃഷ്ണൻ കളിച്ചു കൂട്ടുകാരോട് കൂടിയിട്ട്. ജീവജാലങ്ങളെ ശബ്ദം പുറപ്പെടുവിക്കുക, അങ്ങനെയുമുണ്ട്. മയിലുകളെ പോലെ ആടും, കുയിലുകളെ പോലെ പാടും. എന്തിനാ? എല്ലാ ജീവികളെയും തങ്കലേക്ക് ആകർഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഉച്ചയായാൽ അവിടുന്ന് തിരിച്ചു വരും. അപ്പോഴേക്കും അമ്മ ഇവിടെ നല്ല സാധനങ്ങൾ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും കഴിച്ചു എന്ന് വരുതും വീണ്ടും കാട്ടിലേക്ക് പോവും. സന്ധ്യ ആയാലേ പിന്നെ തിരിച്ചു വരുള്ളൂ. ഒരു ദിവസം കൃഷ്ണൻ പറഞ്ഞു, ഈ ഉച്ചനേരത്ത് ഇങ്ങോട്ടുള്ള വരവ് ഇനി പറ്റില്ല, ചോറ് തന്നയച്ചാൽ മതി എന്നായി. ഏയ് അത് ശരിയാവില്ല എന്ന് യശോദ. എന്നാ എനിക്കിന്ന് ഊണില്ല എന്നായി. ഒടുക്കം യശോദ സമ്മതിച്ചു. കൂട്ടുകാരോട് കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വരവില്ല, എല്ലാവരും കയ്യിൽ ചോറെടുത്തുകൊണ്ട് പുറപ്പെടണം. കൂട്ടുകാർക്കും അത് രസമാണ്. എല്ലാവരും അന്ന് കയ്യിൽ ചോറും എടുത്തുകൊണ്ടാണ് പുറപ്പെട്ടേക്കുന്നത്. ശിഭിസ്തുഭിർദൃശദ്ഭിശ്ച, ചിലരുടെ കയ്യിൽ കലച്ചട്ടി, ചിലരുടെ കയ്യിൽ തോലുകൊണ്ടുള്ള പൊതി, ചിലരുടെ കയ്യിൽ പ്രത്യേക തരത്തിലുള്ള കുമ്പിൾ, ഇങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും പുറപ്പെട്ടത്. കാട്ടിൽ ചെന്നു. ഈ ചോറ് ഒരു മരത്തിന്റെ താഴെ വെച്ചു. എല്ലാവരും കൂടി കളിക്കാൻ തുടങ്ങി. അപ്പൊ അവർ കണ്ടു ഒരു വലിയ ഗുഹ. ഇന്നലെ വരെ ഇല്ലാത്തതായിരുന്നു ഈ ഗുഹ. നമുക്ക് ഗുഹയിലേക്ക് കയറുക എന്നും പറഞ്ഞു ഓരോരുത്തർ ഗുഹയുടെ ഉള്ളിലേക്ക്. ഇത് യഥാർത്ഥത്തിൽ ഗുഹയായിരുന്നോ? ആയിരുന്നില്ല. അഘൻ എന്ന പേരുള്ള ഒരു അസുരൻ പെരുമ്പാമ്പായിട്ട് വായം പൊളിച്ച് കിടക്കുകയായിരുന്നു. എല്ലാവരും പാമ്പിന്റെ വായലേക്കാണ് കയറി ചെന്നത്. കൃഷ്ണൻ അത് കണ്ടു. പാമ്പിന്റെ വായലേക്കല്ല, മൃത്യോർ ജഠരഗ്നിഘാസൻ, മരണത്തിന്റെ വായലേക്കാണ് എല്ലാവരും കയറി ചെന്നത്. കൃഷ്ണനും ആ പാമ്പിന്റെ വായലേക്ക് ചെന്നു. എന്നിട്ട്
കൃഷ്ണൻ ശരീരം ഒന്നങ്ങോട്ട് വലുതാക്കി. അതോടുകൂടി ആ പാമ്പിന് ശ്വാസം പോവാതെ കണ്ടായി. ഉള്ള ദ്വാരത്തിൽ കൂടി ഒന്നും ശ്വാസം പുറത്തേക്ക് പോയില്ല. അവസാനം പുതുതായിട്ട് ഒരു ദ്വാരം കൂടി ഉണ്ടായി എന്നാ പറയണത്. തലയങ്ങോട്ട് പൊട്ടി. അങ്ങനെയാണത്രേ ആ അസുരന്റെ പ്രാണൻ പുറത്തേക്ക് അങ്ങോട്ട് പോയത്. അപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. ആ അസുരന്റെ ജീവൻ ഭഗവാന്റെ മേൽ ചെന്ന് അങ്ങോട്ട് വിലയം പ്രാപിച്ചു. കൊല്ലാൻ വന്ന അഘാസുരനും കൂടി ഭഗവാൻ പ്രത്യക്ഷമായിട്ട് സായുജ്യമുക്തി കൊടുത്തു. അത് ദേവന്മാർ കണ്ടു. കുട്ടികളൊക്കെ ഇതിനിടയ്ക്ക് ശ്വാസം മുട്ടി മരിച്ചിരുന്നു. ഭഗവാൻ എല്ലാവരും ഒന്ന് കടാക്ഷിച്ചു. അതോടുകൂടി എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. പാമ്പിന്റെ വായിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു. നേരം ഉച്ചയായി. എല്ലാവരും ഊണ് കഴിക്കാൻ തയ്യാറായി. കാളിന്തി പുഴയിലേക്ക് പശുക്കുട്ടികളെയൊക്കെ ഇറക്കി കൊണ്ടുപോയി ആ പശുക്കുട്ടികളുടെയൊക്കെ മേലെ വയറുമ്പിലൊക്കെ കുറെ വെള്ളമൊക്കെ ഒഴിച്ചു നല്ലോണം ഭംഗിയായിട്ട് കുളിപ്പിച്ചു. നല്ല നട്ടുച്ച സമയമാണ്. എല്ലാത്തിനെയും മാട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് പുൽപ്പരപ്പ് ധാരാളമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എല്ലാവരും ഊണ് കഴിക്കാനായിട്ടിരുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കൃഷ്ണൻ എൻ്റെ അടുക്കേട്ടോ, കൃഷ്ണൻ എൻ്റെ അടുക്കെ. ഞാനൊരാൾ എങ്ങനെയാ എല്ലാവരുടെയും അടുക്കിയിരിക്കുക? ഞാൻ നടുക്കിയിരിക്കാം, നിങ്ങളൊക്കെ 4 പുറവിരിക്കുക. അതെല്ലാവരും സമ്മതിച്ചു. കൃഷ്ണൻ നടുവിൽ, പൊക്കം കുറഞ്ഞ കുട്ടികൾ 4 പുറവ്, പൊക്കം കൂടിയ കുട്ടികൾ പിന്നത്തെ വരി. അങ്ങനെ കണ്ടാൽ എന്താ തോന്നുക? ഒരു താമരപ്പൂവ് ഇങ്ങനെ വിടർന്നിരിക്കുകയാണ് എന്ന് തോന്നിപ്പോവും. അങ്ങനെ കുട്ടികൾ ഒരുമിച്ച് ഭഗവാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരാൾ അവിടെ വന്നു എന്നാണ് പിന്നത്തെ കഥ. അതാരാ വന്നതെന്നോ? സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ. അഘാസുരന് മുക്തി കൊടുത്ത കാര്യം ദേവന്മാര് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിനു മുമ്പിൽ നടന്ന അവതാരം പോലെയൊന്നുമല്ല ഈ കൃഷ്ണാവതാരം. ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വന്ന, ഇങ്ങോട്ട് കൊല്ലാൻ വന്ന അസുരന്മാർക്ക് പോലും മുക്തി കൊടുക്കുന്നതാണ്. അന്യാവതാര നികരേഷു അനിരീക്ഷിതം. മുൻ അവതാരങ്ങളിലില്ലാത്ത ഈ മാഹാത്മ്യം ഇതൊന്ന് കാണണമെന്ന് ബ്രഹ്മാവിന് അപ്പൊരാഗ്രഹം. എന്നിട്ട് നേരെ വൃന്ദാവനത്തിൽ വന്നതാണ്. അദ്ദേഹം വന്നപ്പോൾ ഇതാണ് അവിടുത്തെ രംഗം. കൃഷ്ണൻ നടുവിലിരിക്കണു, കൂട്ടുകാരെല്ലാം 4 പുറം ഇരിക്കണം. എന്നിട്ട് എല്ലാവരും കൂടി ഊണ് കഴിക്കുകയാണ്. ഭരത് വേണും ജഠരപടയോഹോ, ശ്രീകൃഷ്ണൻ ഊണ് കഴിക്കുന്നൊരു ചിത്രം. ചിലപ്പോൾ കൂട്ടുകാർ പറയാറുണ്ട് ഓടക്കുഴൽ ഊതണം എന്ന്. അതും കൃഷ്ണന്റെ കയ്യിലുണ്ട്. ആ ഓടക്കുഴലെടുത്ത് അരയിൽ അങ്ങ് തിരികെ വെച്ചു. കൊമ്പുണ്ട്, ചൂരലുണ്ട്. അത് രണ്ടും ഇടത്തെ കക്ഷത്തിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചു. ഇടത്തെ കയ്യിൽ ചോറിൻ്റെ ഉരുള, ഉപ്പേരി കഷ്ണങ്ങളൊക്കെ വിരലിൻ്റെ ഇടയിൽ, പാവയ്ക്ക ഉണക്കി കൊണ്ടാട്ടിട്ട് വറുത്തതുണ്ട്, അത് മോതിരം പോലെ വിരലുമ്മൽ. ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് എടുത്ത് ഊണ് കഴിക്കും. അത് ഇടയ്ക്ക് ഊണ് കഴിക്കണതിനിടയ്ക്ക് പകുതി മറ്റാളുടെ വായിലേക്ക് കൊടുക്കും. മറ്റാളുടെ വായിൽ നിന്ന് പകുതി കടിച്ചത് നിങ്ങൾ വലിച്ചെടുക്കും, താൻ കഴിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഭഗവാന്റെ ആ ഊണ്. അവിടെ ഇടയ്ക്ക് നേരമ്പോക്ക് കാണിക്കലും ഉണ്ട്. ഉരുള ഇങ്ങനെ ഉരുട്ടി ചുണ്ടുമ്പ ഇങ്ങനെ വെക്കുന്നിട്ട് ഇങ്ങനെ ഊതും മുകളിലേക്ക്. അപ്പോൾ ഉരുള ഇങ്ങനെ പറക്കേണ്ടത് കാണാം. അത് കണ്ടാൽ കുട്ടികളിങ്ങനെ ഉറക്കെ ചിരിക്കും. ഇങ്ങനെ ചിരിച്ചും ചിരിപ്പിക്കും. അങ്ങനെയായിരുന്നു ഭഗവാന്റെ ആ ഊണ് കഴിക്കല്. ബ്രഹ്മാവ് അവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. താൻ എന്തിനാ ഇവിടെ വന്നത്? കൃഷ്ണന്റെ ഊണ് കാണാൻ വേണ്ടിയല്ല. ദ്രഷ്ടും മഞ്ജു മഹിത്വം, കൃഷ്ണന്റെ മാഹാത്മ്യം കാണണം, അതിനു വേണ്ടിയിട്ടാണ്. അദ്ദേഹം നോക്കിയപ്പോൾ പശുക്കുട്ടികൾ ഇങ്ങനെ പുല്ലും തിന്നിങ്ങനെ നടക്കണു. കുറച്ച് ദൂരെയായിട്ടുണ്ട്. മായ കൊണ്ട് ആ പശുക്കുട്ടികളെ മറച്ചു. കൃഷ്ണന്റെ കൂട്ടുകാരെ എണീക്കാൻ ഭാവിച്ചു. പശുക്കുട്ടികളെ ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ്, നിങ്ങളൊക്കെ അവിടെ ഇരിക്കുക, ഞാൻ അന്വേഷിച്ചു വരാം എന്ന് പറഞ്ഞു. ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റു. ഒരു 15 വാര ഭഗവാൻ അവിടുന്ന് നടന്നു. ബ്രഹ്മാവ് ഭഗവാന്റെ കൂട്ടുകാരെയും മായ കൊണ്ട് മറച്ചു. കൃഷ്ണൻ നോക്കിയപ്പോൾ കൂട്ടുകാരെയും കാണാനില്ല, പശുക്കുട്ടികളെയും കാണാനില്ല. സർവം വിധികൃതം കൃഷ്ണ, ബ്രഹ്മാവിന്റെ പണിയാണ് എന്ന് മനസ്സിലായി. വേണമെങ്കിൽ ബ്രഹ്മാവിന്റെ മായയെ പൊട്ടിച്ച് സ്വന്തം ശക്തി കൊണ്ട് തന്നെ കൂട്ടുകാരെയും പശുക്കുട്ടികളെയും വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ബ്രഹ്മാവിന് ഇഷ്ടാവില്ല. ഇനി താൻ ഒറ്റയ്ക്ക് വ്രജത്തിലേക്ക് തിരിച്ചു പോയാലോ അവിടെ പശുക്കൾക്ക് ഇഷ്ടാവില്ല, അമ്മമാർക്ക് ഇഷ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടാവണം. അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? വത്സായിതസ്തനോ ഗോപഗണായിതസ്ത്വം ശിഖ്യാദിഭണ്ഡമുരളീകവലാതിരൂപ. എത്ര ഗോപകുമാരന്മാരുണ്ടോ അത്രയും ഗോപകുമാരന്മാരായി, എത്ര പശുക്കുട്ടികളുണ്ടോ അത്രയും പശുക്കുട്ടികളായി. താനാകുന്ന കൂട്ടുകാരോടുകൂടി, താനാകുന്ന പശുക്കുട്ടികളോടുകൂടി സന്ധ്യയാവുന്നത് വരെ കാട്ടിൽ വിഹരിച്ചു. സന്ധ്യയായപ്പോൾ എല്ലാവരും കൂടി തിരിച്ചു വന്നു. അതാത്
തൊഴുത്തിൽ അതാത് പശുക്കുട്ടികളെ അതാത് തള്ളപ്പശുക്കളുടെ അടുത്തെത്തിച്ചു. ഒരു പശുവിനും തോന്നിയില്ല ഇത് തൻ്റെ കുട്ടിയല്ല എന്ന്. ഒരമ്മയ്ക്കും മനസ്സിലായില്ല ഇത് തൻ്റെ മകനല്ല എന്ന്. പിറ്റേ ദിവസവും താനാകുന്ന കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെയാണ് ഇപ്പോൾ വൃന്ദാവനത്തിൽ എല്ലാം കൃഷ്ണമയം. കൂട്ടുകാരെല്ലാം കൃഷ്ണൻ, പശുക്കുട്ടികൾ കൃഷ്ണൻ, കൂട്ടുകാരുടെ കയ്യിലെ കൊമ്പ് കുഴല ഉറി ഇമാതിരിട്ടതൊക്കെ ഉണ്ടോ ഇത് മുഴുവനും കൃഷ്ണമയം. കഷ്ടിച്ച് ഒരു കൊല്ലം അങ്ങോട്ട് തികയാറായി. അപ്പോഴാണ് ബലരാമന് വരെ ഇവിടെ എന്തോ പന്തികേടുണ്ട് എന്ന് തോന്നിയത്. കൃഷ്ണൻ പറഞ്ഞിട്ടേ ബലരാമന് മനസ്സിലായുള്ളൂ ഈ മായയുടെ മാഹാത്മ്യം. ബ്രഹ്മാവ് എന്ത് ചെയ്തു? വൃന്ദാവനത്തിൽ നിന്നൊന്ന് പോയി സത്യലോകത്തിൽ പോയി തിരിച്ചു വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കൃഷ്ണന്റെ കൂടെ പശുക്കുട്ടികളുണ്ട്, കൂട്ടുകാരുണ്ട്. അപ്പോൾ താൻ മായ കൊണ്ട് മറച്ചു വെച്ചവരോ അവരവിടെയുണ്ട്. ബ്രഹ്മാവ് ഇങ്ങനെ രണ്ട് ദിക്കിലേക്കും മാറി മാറി നോക്കി. ഓരോ ഗോപകുമാരനെയും നിരീക്ഷിച്ചു. ഒരു ഗോപകുമാരനെ ഇങ്ങനെ നിരീക്ഷിച്ച സമയത്ത് ഗോപകുമാരനല്ല, അത് മഹാവിഷ്ണുവായിട്ട് മാറണു. അടുത്ത ആളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും മഹാവിഷ്ണു, പിന്നത്തെ ആളെ നോക്കുമ്പോൾ അതും മഹാവിഷ്ണു. പിന്നെ പശുക്കുട്ടികളെ നോക്കാൻ തുടങ്ങി. ഓരോന്നിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പശുക്കുട്ടിയല്ല, ഇത് മഹാവിഷ്ണു, അതും മഹാവിഷ്ണു. നാരായണാകൃതിയും അസംഖ്യതമാം നിരീക്ഷ്യ, എല്ലാം ഇവിടെ വിഷ്ണുമയം. ബ്രഹ്മാവ് പേടിച്ച് കണ്ണങ്ങടച്ചു. ഇനി കണ്ണ് തുറക്കുമ്പോൾ എന്താ കാണുകയെന്ന് അറിഞ്ഞുകൂടാ. ഒരു 10 മിനിറ്റ് നേരം കണ്ണടച്ച് പരിഭ്രമിച്ച് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് സാവധാനത്തിൽ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ മനസ്സിലായി വൃന്ദാവനത്തിലാണ് നിൽക്കണത് എന്ന്. പോരാ, നല്ല മധുരമനോഹരമായ ഒരു വേണുഗീതത്തിന്റെ ശബ്ദം. ആ ശബ്ദം അങ്ങോട്ട് കേട്ടതോടെ എല്ലാവരും കോരി തരിച്ചുപോയി. കീരിയും പാമ്പും കൂടിയും കെട്ടിപ്പിടിക്കണു. ഇവിടെ ക്രോധം എന്ന വികാരം ഇല്ലേയില്ല. എല്ലാവർക്കും സ്നേഹം, പ്രേമം, വാത്സല്യം ഇത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവ് നോക്കി എവിടെയാ കൃഷ്ണൻ എന്ന്. അപ്പണ്ട് ഒരു വള്ളിക്കുടലിന്റെ ഉള്ളിൽ നിന്ന് കൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒട്ടും താമസിച്ചില്ല, സാഷ്ടാംഗം വീണങ്ങ് നമസ്കരിച്ചു ബ്രഹ്മാവ്. ഒരക്ഷരം ഭഗവാൻ മിണ്ടിയില്ല. എണീട്ടു. ഉത്ഥായ ഒരു ശ്ലോകം ചൊല്ലി നമസ്കരിച്ചു. പിന്നെയും എണീട്ടു. ഇങ്ങനെ 40 പ്രാവശ്യം ശ്ലോകം ചൊല്ലി ബ്രഹ്മാവ് നമസ്കരിച്ചു. സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് എന്തൊക്കെ പറഞ്ഞുവെന്നോ? അവിക്രിയാൽ സ്വാനുഭവാദരൂപത അനന്യബുദ്ധ്യാത്മതയാ. ഈ രൂപമേ ഇല്ലാത്ത സാക്ഷാൽ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച യോഗീശ്വരന്മാരൊരു പക്ഷേ ലോകത്തിലുണ്ടാവാം. പക്ഷേ അങ്ങനെ ഈ ഗോപാലബാലനായിട്ട് വൃന്ദാവനത്തിൽ വിഹരിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ മാഹാത്മ്യം അറിഞ്ഞവർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ആരെക്കൊണ്ടും അറിയാൻ സാധിക്കൂല്ല. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം. ഈ വൃന്ദാവനവാസികളാട്ടോ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാര്. കാരണം സാക്ഷാൽ സർവേശ്വരനെ സുഹൃത്തായിട്ട് കിട്ടാൻ ഇവർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇനിയുണ്ട് കുറച്ച് ഭാഗ്യം ചെയ്തവര്. അഹോതിധന്യാ. ഇവിടുത്തെ പശുക്കളും ഇവിടുത്തെ അമ്മമാരും സാക്ഷാൽ സർവേശ്വരനെ സ്വന്തം മുലപ്പാല് നിവേദിക്കാൻ ഇവർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ലോകത്തില്. ഇനി സത്യലോകത്തിലിരുന്ന് സൃഷ്ടി നടത്തണം എന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഈ വൃന്ദാവനത്തില് ഒരു ഗോപാലബാലനായി ജനിച്ചെങ്കിൽ, ഒരു പശുക്കുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ, ഇവിടുത്തെ ഒരു ചെടിയോ വള്ളിയോ ആയി ജനിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. യോഗേശ്വര അഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ഭാവം നമസ്കരിച്ചു. അനുഗ്രഹിച്ച് അദ്ദേഹത്തിനെ അവിടുന്ന് പറഞ്ഞയച്ചു. ഈ ഒരു കൊല്ലം കടന്നുപോയത് ഭഗവാന്റെ കൂട്ടുകാരും അറിഞ്ഞതേയില്ല. അവരിങ്ങനെ വട്ടത്തിലിങ്ങനെ ഇരിക്കുകയാണ്. കൃഷ്ണനെ ഇങ്ങനെ കാത്ത് അവരുടെ ഇടയിലേക്ക് ഭഗവാൻ ചെന്നു. അവരുടെ കൂടെ ഇരുന്നു, ഊണ് കഴിച്ചു. സന്ധ്യയാകുന്നത് വരെ അവരോടൊപ്പം കളിച്ചു. സന്ധ്യയായപ്പോൾ എല്ലാവരും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ചു പോന്നപ്പോൾ ഭംഗിയായിട്ട് ഒന്നങ്ങോട്ട് ആഘോഷിച്ചു എല്ലാവരും. കാരണം ഇന്നിപ്പോ കാട്ടിൽ വെച്ച് ഊണ് കഴിച്ച ആദ്യത്തെ ദിവസമാണ്. കൃഷ്ണനെ നന്നായിട്ട് അങ്ങോട്ട് വേഷം കിട്ടിച്ചു. ബലിഹപ്രസൂന കാട്ടിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കൃഷ്ണന്റെ ചെവിയിൽ ഇങ്ങനെ തിരികെ വെച്ചു. പൂമാലകൾ കൃഷ്ണന്റെ കഴുത്തിൽ ചാർത്തി. ചിലര് മദ്ദളം കൊട്ടി, ചിലര് ഓടക്കുഴലൂതി. ഇങ്ങനെയായിരുന്നു കൊട്ടും കുഴലും ഒക്കെ ആയിട്ട്. പോരണ വഴിക്ക് ഒരു പാമ്പിന്റെ തോലിങ്ങനെ ഉണങ്ങി കിടക്കണ കണ്ടു. ഇതെന്താന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അദ്യാനേന മഹാവ്യാള, ഇന്നേ ഒരു പെരുമ്പാമ്പിനെ കൊന്നില്ലേ, ആ പെരുമ്പാമ്പിന്റെ തോലാന്ന് പറഞ്ഞു. ഇന്നല്ല കേട്ടോ, കഴിഞ്ഞ കൊല്ലാണ്. ഒരു കൊല്ലം കടന്നുപോയി, ആരും അറിഞ്ഞതേയില്ല. കൂട്ടുകാരോടുകൂടി ഭഗവാൻ തിരിച്ചു വന്നു. കൂട്ടുകാര് സ്വന്തം അച്ഛനമ്മമാരോടും കൂട്ടുകാരോടും കൃഷ്ണന്റെ ഈ ലീലയെപ്പറ്റി പറയാൻ തുടങ്ങി. കൃഷ്ണൻ പെരുമ്പാമ്പിനെ കൊന്നു എന്നുള്ള കഥ.
അത് പറയാന്ന് വെച്ചാൽ അവർക്കും വലിയ രസം അങ്ങനെയായിരുന്നു. കേൾക്കണവർക്കും പറയണവർക്കും രസം. എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ വിഹരിച്ചു. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.